അതിൽ ചാരും നാണം പതിയെ ഞാൻ തഴുകവേ ഇനി നീയുണ്ടെന്നും കൂടെ നിലവേകാൻ തിങ്കളെ ഒരു ചെറുനോവും ചിരിയാക്കി എൻ പാതിമയായി ഓരോ രാവും പകലാക്കി നേരിൻ മോഹവയിലായി ഇവനിലായി ചേരുന്നു നീ മുറിവേഴ കൈരേഖ പോ കൺചിമ്മാതെ കാക്കാമെന്നോ മലേ ഈ നീലമിഴി അഴങ്ങളിൽ നോ മിണ്ടല്ലേ പ്ലീസ് പ്ലീസ്. പൊന്നു മുത്തല്ലേ, ചക്കരയല്ലേ, പഞ്ചാരല്ലേ, നീ പറഞ്ഞ എന്ത് വേണേലും കേൾക്കായി, നിനക്ക് എന്ത് വേണേലും വാങ്ങി തരാം. മിണ്ടല്ലേടാ പ്ലീസ്. മിണ്ടല്ലേ എടി, മമ്മീനെ വിളിക്കല്ലേ ഇങ്ങോട്ടേക്ക്. എഡിറ്റേഴ്സ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയടി, നിന്റെ ഫ്രണ്ട് അല്ലേ. അവനൊക്കെ തിരപ്പാ വിളിക്കുന്നത്. പൊന്നു മുത്തല്ലേ, നീ പറയുന്നത് എന്ത് വേണമെങ്കിലും ചേട്ടൻ ചെയ്തു തരാം. ഓ പ്രോമിസ്, എന്റെ വാക്ക് അത് ഞാൻ പാലിച്ചിരിക്കും. അങ്ങനെ കേട്ടോ, എനിക്കൊരാളെ ഇഷ്ടം. 3 വർഷത്തെ പ്രണയം, 3 അതിൽ കൂടും. എനിക്ക് അയാളെ കിട്ടണം, കെട്ടിച്ചേരണം. പിന്നെന്താ? എന്താ നീ ഇപ്പൊ എന്താ പറഞ്ഞത്? എന്തേ പറഞ്ഞ ചെവി കേട്ടൂടെ? നീ പറ്റില്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ അമ്മേനെ വിളിക്കാം, ഹോബിയേട്ടനെ വിളിക്കാം. അത് വേണ്ട, എന്തിന്റെ കേടായിരുന്നു എനിക്ക്. അല്ല, ഇത് ആരായി വരും? അത് ഋത്തിക് റോഷൻ. ഋത്തിക് റോഷനോ? അവനും നീയോ? അങ്ങനെ കെട്ട് കഴിഞ്ഞ 2 കുട്ടികളുള്ളതല്ലേ, അയാളെ നീ എങ്ങനെ? അതിനാ ഋത്തിക് റോഷൻ അല്ല, നമ്മുടെ കിച്ചോട്ടൻ. ഈ ഓളെ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ചെറുതായിട്ട് ടെസ്റ്റ് ചേട്ടനായി വരും. അവനോ? അവൻ തന്നെ. പറ്റില്ലെങ്കിൽ പറഞ്ഞു, ഞാനിപ്പോ മമ്മിനെ ഹോബിനെ വിളിക്കാം. ഹോബിയേട്ടാ. ഓ എന്റെ അനു ഒന്നും മിണ്ടാതിരിക്കുക, ഞാൻ സമ്മതിച്ചു പോരെ. അങ്ങനെ വഴിക്ക് വാ. അപ്പൊ പ്ലീസ് ഞാൻ പോട്ടെ, ബൈ ബൈ. പിന്നെ നിങ്ങളെ രണ്ടുപേരും ചായട്ട് വിളിക്കുന്നുണ്ട് മമ്മി. ഓ എന്തോന്നാ ഇപ്പൊ ഈ തുള്ളിച്ചെടി പോയത്? കിച്ചുണ്ടായത് ഭാഗ്യം, അല്ലെങ്കിൽ ഇപ്പൊ പെട്ടു പോയേനെ. ഇവളെന്താ പ്രതിമ പോലെ ഇരിക്കുന്നേ? ഹലോ ഡി ടെസേ, ടെസേ. അതെ ജാക്കേ, അവളിപ്പോ പറഞ്ഞത് എന്റെ ചേട്ടനെ കുറിച്ചല്ലേ? അവൻ തന്നെ. എന്നാലും ഞാൻ ചിന്തിക്കുന്നതല്ല, ഇതൊക്കെ എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. പരട്ടക്കളവൻ എന്നോട് പോലും പറഞ്ഞില്ല. വീട്ടിലെത്തട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നോടും പറഞ്ഞില്ല. എനിക്കും അവനെ ഒന്ന് വിശദമായി കാണണം. അതിനു മുന്നേ ആദ്യം ഞാനൊന്ന് അവളെ പോയി കാണട്ടെ ശരിക്കും. നിക്ക്, ഇത് ഇട്ടിട്ട് പോ. എന്റെ ഡ്രസ്സ് കൂടെ നിങ്ങൾ എന്താക്കാൻ മനസ്സിലാ? ഇങ്ങതാ. അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? അല്ലേ, എന്താന്നറിയില്ല. ഇപ്പൊ കണ്ണടച്ച മൊത്തം നീയാ പെണ്ണെ. എന്തൊരു മാജിക് ഇടി നിന്റെ കണ്ണിന്. ചെയ്തി മനസ്സൊന്നും വാങ്ങുന്നില്ല. നീ അടുത്ത് വരുമ്പോ എന്തോ കാറ്റൊക്കെ അടിച്ച് ഒരു വല്ലാത്ത ഫീലാ. എന്റെ ഹൃദയം പൊട്ടപ്പൊട്ടാന്നടിക്കുന്നത്. രസം വന്നപ്പോ ആർക്കും കൂടെ ഒന്ന് കൂടെ വന്നോടായിരുന്നു. ഇനി നമ്മൾ കാണല്ലോ ഒരു ദിവസം. ഞാൻ പറയുന്നുണ്ട് എന്റെ മനസ്സിലുള്ള എല്ലാ കാര്യം. അന്ന് നിന്റെ മറുപടി ചിലപ്പോൾ എന്നെ വിഷമിപ്പിച്ചേക്കാം, അറിയില്ല. എന്റെ മറുപടി എന്തായാലും അത് സ്വീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എന്നാലും ഞാൻ ട്രൈ ചെയ്യും എന്റെ മാക്സിമം. നിന്നെ അങ്ങനെ വിട്ടൊന്നും കൊടുക്കൂല. ആ കണ്ണിലേക്ക് നോക്കുമ്പോ നോക്കിയിരിക്കാൻ അങ്ങ് തോന്നുക എന്തോ ഒരു പ്രത്യേക അനുഭൂതിയാ. വേറെ എവിടെയൊന്നും എനിക്കിതുപോലെ ഒരു അനുഭൂതി കിട്ടിയിട്ടില്ല. അല്ല, ഇനി ഇവിടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടാകുമോ? അയ്യോ, എനിക്കൊരു പാരയാകുമോ? അങ്ങനെ പറയാ. ആരോട് ചോദിക്കല്ലേ? ചോദിച്ചോക്കാം. എവിടെയവൾ? ഹലോ. ഇല്ല, എന്റെ വർക്ക് കഴിഞ്ഞില്ല, ഇപ്പൊ പെൻഡിങ്ങില്ല. ഞാൻ നൈറ്റിനുള്ളിൽ തീർക്കാൻ നോക്കുക. അത് കഴിഞ്ഞ ഞാൻ സെൻഡ് ചെയ്താൽ മതിയോ? ഏത് ഫയല്? അതെന്റെ പെൻഡ്രൈവില്ല. അത് ഒന്നും കൂടെ നോക്കണം. അതിന്ന് പോയോ ഡിലീറ്റ് ആയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനൊന്നും കൂടെ ചെക്ക് ചെയ്യട്ടെ. എന്റെ ഞാൻ നിനക്ക് തരാം. ഓക്കെ. ഇതെവിടെയാ ഞാനത് കൊണ്ടുപോയി വെച്ചത്? അവിടെയും ഇല്ല. ഇതിപ്പോ ഞാൻ എവിടെയാ? ബാഗിലുണ്ടാവും. കിട്ടി.
ഇനി ഇത് മറ്റേ ഡിലീറ്റ് ആയിക്കാണോ? ഓ, കുറെ വർക്ക് ചെയ്ത് വെച്ചത് ഡിലീറ്റ് ആയിക്കാൻ ഞാൻ പെട്ട് തന്നെ. അറിയില്ല, എന്നിട്ട് പിന്നെയും കാണാൻ തോന്നുന്നു. എന്തിനെന്റെ മുന്നേ പിന്നെയും വന്നത്? ഞാനറിയാതെ വന്നത്, ഒട്ടും പ്രതീക്ഷിച്ചില്ല. പഴയതല്ല നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, എല്ലാം തെറ്റാ. ഞാൻ എങ്ങനെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കണം? എനിക്കറിയില്ല. നിന്നെ വീണ്ടും ഇവിടെ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. പക്ഷെ എനിക്കൊരവസരം കൂടെ തന്നോളി. മമ്മി താഴേക്ക് ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്, വേണ്ട. എന്നാ ടെസനോടൊന്ന് ചോദിച്ചു നോക്കാം, അവളെ കാണാൻ വല്ല വഴിയുണ്ടോ? ടെസ, ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാ. അമ്മൂസിനാണ് എനിക്കൊന്ന് കാണുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞൊന്ന് കാണാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ നന്നായനെ. നിനക്ക് അവളെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? അമ്മ ചേച്ചിയോ? ചേച്ചി അങ്ങനൊന്നും പുറത്തിറങ്ങാറില്ല. ഞാനിപ്പോ എന്ത് പറഞ്ഞാ കൊണ്ടുവരിക? ഇതുവരെ അങ്ങനൊന്നും പുറത്തിറങ്ങില്ല. നമ്മളൊരു കല്യാണത്തിന് വേണ്ടി പുറത്തിറങ്ങിയത് മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് ചോദിച്ചോക്കാം. ആടി അമ്മ. ഇങ്ങോട്ടോ? അങ്ങോട്ട് വന്നോ. ഇല്ല, ഞാനിന്ന് ക്ലാസ്സിലേക്ക് ഉണ്ടാവില്ല. ബാക്കിയോട്ട് വന്നിട്ട് പറയാം. നീ എവിടെ? ഇങ്ങോട്ടൊന്ന് വന്നേ. അവളിപ്പോ എന്താ പറഞ്ഞത്? അമ്മസല്ലമ്മാണ് വന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും അവളിപ്പോ വരുമല്ലോ. അവള് തന്നെ ആയിരിക്കില്ലേ ഫോണില്? ആയിരിക്കും. വരുമ്പോ സംസാരിച്ചു നോക്കാം. അതെ ഏട്ടാ, ഒന്ന് വഴിമാറി തന്നിരുന്നെങ്കിൽ എനിക്ക് അകത്തോട്ടൊക്കെ ഒന്ന് കയറായിരുന്നു. വരുന്ന് പറഞ്ഞിരിക്കുന്നു, ഒരുങ്ങി നിൽക്കായിരുന്നു. എന്തായാലും ഇവിടെ നിന്നായിരിക്കും മിക്കാനും ക്ലാസ്സിന് പോവാം. ഒരുമിച്ച് പോകാൻ വല്ല വഴിയുണ്ടോ നോക്കാം. എന്തായാലും പെട്ടെന്ന് പോയി ഒരുങ്ങാം. അമ്മൂസല്ലേ അത്? അമ്മൂസേ, എന്താ ഹോബിയേട്ടാ? അമ്മൂസേ, ഞാൻ നിന്നോട് എത്ര വേണമെങ്കിലും ക്ഷമ ചോദിക്കാം. നീ വിചാരിച്ചത് മൊത്തം തെറ്റാണ്. നീ കണ്ടതൊന്നും സത്യമല്ല. പ്ലീസ്, എനിക്കൊരവസരം തന്നൂടെ? ഒന്ന് മനസ്സിലാക്ക്. ഹോബിയേട്ടാ, എനിക്ക് ഏടൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് മനസ്സിലാക്കാനാ? എന്തിനാ എന്നോട് ക്ഷമയൊക്കെ ചോദിക്കുന്നത്? എന്തിനാ അമ്മൂസ ഇങ്ങനെയൊക്കെ? പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് വയ്യ. നീ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോൾ ഓരോ നിമിഷം ഞാൻ നേരെ ജീവിക്കാം. എനിക്കറിയാം നിനക്ക് തീരാത്ത പകയുണ്ട് എന്നോട്, ദേഷ്യമുണ്ട്, വെറുപ്പാണെന്നൊക്കെ അറിയാം. പക്ഷെ എന്നെ അറിയാത്ത പോലെ ഇതുപോലെ ഒന്നും കാണിക്കരുത്. ഇനി ചേട്ടന് ആള് മാറിപ്പോയോ? അമ്മൂസന്നല്ലേ പറഞ്ഞ? ചേച്ചിയാണോ എന്നെ ഉദ്ദേശിച്ചേ? എനിക്കിത് മനസ്സിലാവുന്നില്ല. ഹോബിയേട്ടാ, ചേട്ടൻ ആള് മാറിപ്പോയോ? ഞാൻ അമ്മൂസല്ല, അമ്മുവാണ്. അമ്മൂസ് എൻ്റെ ചേച്ചിയാണ്. ചേട്ടൻ ഞാൻ അമ്മു ചേച്ചിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണോ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ അമ്മു ചേച്ചിയല്ല, ഞാൻ അനിയത്തിയാണ് അമ്മു. എനിക്കും ചേച്ചിക്കും ഒരേ രൂപ. ഇനി അത് കണ്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ടാണോ ഈ പറയുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എനിക്ക് ചേച്ചിനെ വിളിക്കണോ? എന്ത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മൂസ് പറഞ്ഞായിരുന്നല്ലോ വീട്ടിലെ അനിയത്തിമാരുണ്ട്, ചേട്ടനുണ്ടെന്നൊക്കെ. ചിലപ്പോൾ അതായിരിക്കും. അമ്മു സോറി, ഞാൻ അമ്മൂസെന്ന് കരുതിയാ തെറ്റിദ്ധരിച്ചെല്ലാം പറഞ്ഞത്. വിരോധമില്ലെങ്കിൽ അമ്മൂസിൻ്റെ നമ്പർ ഒന്ന് എനിക്ക് തരുമോ? നമ്പർ തരാം, പക്ഷേ ചേച്ചി വിളിച്ചെടുക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. കുറച്ച് കാലങ്ങളായി ചേച്ചി പുറത്തൊന്നും അധികം ഇറങ്ങൂല, ആരോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. ഫോണിൽ ആരെയും വിളിച്ചാൽ പോലും സംസാരിക്കാൻ അത്ര താല്പര്യമില്ല.
ഞാൻ നിന്റെ നമ്പർ തരാം, വിളിച്ചു നോക്കൂ, കിട്ടുമെങ്കിൽ സംസാരിച്ചോ. എന്തൊക്കെയായി പറയുന്നത്? ആരോട് സംസാരിക്കില്ല, വിട്ടില്ല, എല്ലാം ഞാൻ കാരണം. ഞാൻ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥ പോലും ഉണ്ടാവില്ല. എന്തിനായിരുന്നു അമ്മൂസെ? എന്തായിരുന്നു? ഞാൻ പറയുന്നത് അല്പമെങ്കിലും കേട്ടിരുന്നെങ്കിൽ എനിക്ക് എന്തായാലും നിന്നെ കാണണം, സംസാരിച്ചേ പറ്റൂ, തെറ്റിദ്ധാരണയൊക്കെ മാറ്റിയേ പറ്റൂ. നമ്പർ ഇതാ. ചേട്ടൻ എന്നോട് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ചേട്ടന് ചേച്ചിനെ മുന്നേ പരിചയമുള്ളതായിട്ട് എനിക്ക് മനസ്സിലായി. ചേച്ചിയുടെ ഇപ്പോഴത്തെ വിഷമത്തിൻ്റെ കാരണം എന്താണെന്ന് ചേട്ടന് അറിയാമെന്ന് തോന്നുന്നു. ചേട്ടന് എന്തെങ്കിലുമൊക്കെ അറിയെങ്കിൽ ഒന്ന് എന്നോടും കൂടെ പറയോ? ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും സഹിക്കാൻ കഴിയുന്നില്ല. മര്യാദക്ക് ഭക്ഷണം പോലും കഴിക്കുന്നില്ല. രാത്രിയിലൊക്കെ ഞാൻ കാണാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എണീറ്റിരുന്ന കരയും. പണ്ടത്തെ ചേച്ചിയല്ല ഇപ്പോൾ ഉള്ളത്, ഒരുപാട് മാറിപ്പോയി. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വീട്ടുകാർക്കൊക്കെ പേടിയാവാം. എന്താ ചേച്ചിയുടെ അവസ്ഥ ചേട്ടൻ അറിയെങ്കിൽ ഒന്ന് പറയൂ. സോറി, എല്ലാത്തിനും സോറി. ചോദിച്ചാലൊന്നും നിങ്ങളുടെ വിഷമത്തിൻ്റെ കാരണം മാറില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് പഠിതേ നിവൃത്തിയുള്ളൂ. അയ്യോ, ഏട്ടൻ എന്തിനാ കരയുന്നത്? ഏട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അറിയെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. എല്ലാത്തിനും കാരണം ഞാൻ ഒറ്റൊരാളാ. നിങ്ങളുടെ ചേച്ചിയുടെ അവസ്ഥയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. അതെല്ലാം എനിക്ക് സംസാരിച്ച് തീർക്കണം. പ്ലീസ്, വിരോധമില്ലെങ്കിൽ അമ്മൂസേച്ചൻ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഇങ്ങോട്ട് വേണ്ട, വേറെ എവിടെയെങ്കിലും വെച്ച്. ഏട്ടൻ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ചേച്ചി ഞങ്ങളൊന്നും വിളിച്ച് പുറത്തേക്ക് വരില്ല. ചേട്ടനെ പറ്റിയെങ്കിൽ വിളിച്ച് സംസാരിച്ച് നോക്ക്. ചേച്ചിയുടെ മറുപടി അനുസരിച്ചിരിക്കും ബാക്കിയെല്ലാം. എനിക്ക് മനസ്സിലായി, അറിഞ്ഞോ അറിയാതെയോ ചേട്ടൻ കാരണം ചേച്ചിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അറിയില്ല ആരുടെ ഭാഗത്താ ശരി, ആരുടെ ഭാഗത്താ തെറ്റെന്ന്. പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ ചേട്ടനൊന്ന് പറഞ്ഞ് സംസാരിക്കണം. എനിക്ക് വയ്യ എൻ്റെ ചേച്ചിനെ ഇങ്ങനെ കാണാൻ. പ്ലീസ് അമ്മൂസേ, കട്ടാക്കല്ല കോള്, ഒന്ന് എടുക്ക്. നീ എടുക്കുന്നവരെ ഞാൻ ഈ കോള് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇതാരെ ഈ കിടന്നിങ്ങനെ വിളിക്കുന്നത്? കട്ടാക്കിയാലും മനസ്സിലാവില്ല ഇയാൾക്ക് കോൾ എടുക്കാൻ താല്പര്യമില്ല. പിന്നെയും വിളിച്ചോണ്ടിരിക്കുക. ഹലോ അമ്മൂസേ, ആരാ? എനിക്ക് മനസ്സിലായില്ല. നീ എത്ര മറക്കാൻ ശ്രമിച്ചാലും നിന്റെ ശബ്ദങ്ങൾ കള്ളം പറയില്ല. നിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഞാനാരാ. നിനക്കെല്ലാം മനസ്സിലായിരുന്നു. എന്തിനാ പിന്നെ ഈ കോളിന്റെ ആവശ്യം? ഞാനെല്ലാം പണ്ടേ ഉപേക്ഷിച്ചതല്ലേ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ഞാൻ ഒരു കറുത്ത നേരെ വരില്ലെന്ന് തന്നെ പറഞ്ഞല്ലേ. പിന്നെന്തിനാ ഇപ്പൊ ഈ കോളിന്റെ ആവശ്യം? അമ്മൂസേ, എനിക്ക് പറയാനുള്ളത് കൂടെ നീ കേക്ക്. നീ എന്താ എന്നെ മനസ്സിലാക്കാത്തത്? നിനക്ക് എന്നെ അത്രയ്ക്കും വിശ്വാസമില്ലേ? ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ നിനക്ക് അതിന് പോലും സമയമില്ലേ? നീ എല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുക. എന്നോട് പറഞ്ഞ ആൾക്കാരും ഒക്കെ തെറ്റാ പറഞ്ഞത്. നീ കണ്ട കാര്യങ്ങൾ എല്ലാം തെറ്റാ. പ്ലീസ്, എനിക്ക് നിന്നെ കാണണം, കണ്ട് സംസാരിക്കണം. കണ്ടിട്ടെന്തിന് ഓരോ പുതിയ കള്ളത്തരവും കണ്ടുപിടിച്ച് എന്റെ മുന്നിൽ അവതരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി എല്ലാം തെളിഞ്ഞതല്ലേ? എല്ലാ സത്യവും അന്നേ ഞാൻ കണ്ടതല്ലേ. എന്റെ കണ്ണുകൾ എന്നോട് കള്ളം പറയില്ല. നിന്റെ കണ്ണുകൾ കള്ളം പറയില്ലായിരിക്കും. എന്നാലും നിനക്കൊന്ന് ചിന്തിച്ചൂടെ? നിനക്ക് വാക്ക് തന്നിട്ട് ഞാൻ മറ്റൊരാളുടെ കൂടെ പോകുമോ? നിനക്ക് തെറ്റിപ്പോയി. നീ കണ്ടത് ശരിയായിരിക്കാം, എന്നാ അത് ഞാനല്ലെന്ന് മാത്രം. അമ്മൂസേ, പ്ലീസ്, എനിക്ക് നിന്നെ കാണണം. പറ്റുന്നില്ല. ഇത്ര കാലം എങ്ങനെ പിടിച്ചു നിന്ന പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. പ്ലീസ്, ഒന്നെനിക്ക് കാണണം. എനിക്ക് പറയുന്നത് കേൾക്കണം. എന്നിട്ട് നീ എന്ത് വേണമെങ്കിലും തീരുമാനിച്ച. പ്ലീസ്, കാല് പിടിക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട്. എനിക്ക് അത്രയും ദൂരം വരാൻ കഴിയില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടിലേക്ക് വാ, അവിടെ വെച്ച് കാണാൻ പറ്റുമെങ്കിൽ കാണാം. അത് മതി. ഞാൻ നാട്ടിൽ തന്നെ ഉണ്ട്. എനിക്ക് അമ്മു നിന്റെ നമ്പർ തന്നത്. അമ്മു ഇപ്പം എൻ്റെ വീട്ടിലുണ്ട്. അമ്മു അവളെങ്ങനെ നിങ്ങളുടെ വീട്ടിലെത്തിയ?
ഇപ്പൊ എവിടെയാണത്? നീ ടെൻഷൻ അടിക്കണ്ട. അവള് എൻ്റെ അനിയത്തി അനുവിൻ്റെ ഫ്രണ്ടാ. അവൾ മാത്രമല്ല ടെസ്റ്റ് ഉണ്ട് ഇവിടെ. നീ പറ എവിടെ വെച്ച് കാണണം? നീ പറയുന്നിടത്തേക്ക് ഞാൻ വരാം. ഈവനിങ് സ്ക്വയർ പാർക്കിലേക്ക് വാ. എത്ര മണി? 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വാ. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. അധികം നേരമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് തരും. പറയാനുള്ളത് പറഞ്ഞിട്ട് പോകാം. നിനക്ക് ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ? എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇനി നമ്മൾ ഒന്നിക്കില്ലേ? പ്ലീസ്. എന്തൊക്കെ പറയാണ്ടെങ്കിൽ അത് നേരിട്ട് പറയാം. ഇപ്പോ ഞാൻ കോൾ കട്ട് ചെയ്യാം. ഹലോ. ഹോയ്, എന്താടോ കോളേജിൽ പോകാൻ അറിയാതാണോ ഈ വഴിക്കൊക്കെ? എന്താടോ എന്തേ ബ്ലൂമി ആയിട്ടിരിക്കുന്നു? ഏയ് ഒന്നുമില്ല, ഞാനതൊന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്നു. അയ്യവാ, തന്റെ വാക്കുകളും കണ്ണുകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത കള്ളം. എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ കള്ളം പറയാൻ? പോകുന്നുണ്ടോ? ഒരു സീരിയസ് കാര്യം ആലോചിച്ചിരിക്കുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ വന്നിട്ട് കോമഡി അടിക്കാൻ നിൽക്കുന്നത്. അങ്ങനെ വരട്ടെ. മൂഡ് അല്ല, അങ്ങനെ എന്താ ഞാൻ അത് വിട്. എന്താ ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ കാരണം? ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു എനിക്കൊരു ചേച്ചിയുണ്ട്, അമ്മു ചേച്ചി, എന്നെ പോലെ തന്നെ കാണാൻ. ഇപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഹോബിയേട്ടനെ കണ്ടായിരുന്നു. ഞാൻ അമ്മു ചേച്ചിയാന്ന് കരുതി ഹോബിയേട്ടൻ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ ക്ഷമയൊക്കെ ചോദിച്ചു, കരഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അമ്മുവാണ്, അമ്മു ചേച്ചി ഞാനല്ല. അപ്പോൾ സോറി എന്നോട് പറഞ്ഞ് ചേച്ചിയുടെ നമ്പർ വാങ്ങി ചേട്ടൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ തോന്നി ചേട്ടനും ചേച്ചിയും തമ്മിൽ എന്തൊരു ബന്ധമുണ്ട്, എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്ന പോലെ. വളരെ വിഷമിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. ചേച്ചിയുടെ അവസ്ഥയെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. എനിക്ക് തോന്നുന്നു മേ ബി ചേച്ചിയുടെ അവസ്ഥയുടെ കാരണം ചേട്ടനും തമ്മിൽ എന്തൊരു വലിയ ബന്ധമുണ്ട്. എന്നോട് നമ്പറൊക്കെ ചോദിച്ച് ഞാൻ കൊടുത്തു. ചേച്ചി സംസാരിക്കോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്തായാലും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന എനിക്ക് തീർന്നാൽ മതിയായിരുന്നു. ഓ ഐ സി. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടല്ലേ. നമുക്ക് വഴി ഉണ്ടാക്കാം. താൻ അതിനോർത്ത് ഇങ്ങനെ ബ്ലൂമി ആയിരിക്കല്ലേ. ഒന്ന് എൻജോയ് ചെയ്യടോ, ഹാപ്പി ആയിട്ടിരിക്കെ. നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. എങ്ങോട്ട്? ക്ലാസ്സിന് ക്ലാസ് കയറിപ്പോ. മനുഷ്യന്നൊക്കെയോ? ഇപ്പൊ അങ്ങനെയായോ? വേണ്ടട്ടോ. വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെ പറയില്ലേ. നിക്ക്. എന്താ? അതെ, കുറേ ദിവസങ്ങളായിക്കൊണ്ട് ഒരു സാധനം മനസ്സിൽ കിടന്നിങ്ങനെ ചാടിക്ലിക്കുക. അപ്പൊ ഞാൻ കുറേ പിടിച്ച് കൂട്ടിലിട്ട് വെച്ചു. പക്ഷെ നിൽക്കുന്നില്ല, അത് തുറന്നിങ്ങനെ പോവുക. അപ്പൊ ഞാനെന്ന് കരുതി ഒന്ന് തുറന്ന് വിട്ടേക്കാം. എന്ത് പറയുന്നു? നല്ല തീരുമാനം, തുറന്നു വിട്ടേക്കോ. അല്ല, എന്താ സംഭവം? പറയണോ? പറയാം. വൈകുന്നേരം എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. ഞാനോ? ടെസിനൊക്കെ ഉണ്ടാവും, എനിക്ക് അവരെ കൂടെ വരാൻ പറ്റൂ. ഇച്ചാനൊക്കെ ഉണ്ടാവും. ഒക്കെ ശരിയാക്കാം. എൻ്റെ കൂടെ വന്നേ പറ്റും, എങ്കിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. നീ വന്നില്ലെങ്കിൽ ഞാൻ തൂക്കി എടുത്തോണ്ട് പോകും. അതുകൊണ്ട് വരുന്നതാ നല്ലത്. വേണ്ട, ഞാൻ വന്നോളാം. നല്ല കൊച്ച്. എന്നാ വൈകുന്നേരം കാണാം. ബൈ. എന്നാലും എന്തായിരിക്കും പറയാണ്ടാവുക? നീ ഇതിന്റെ ടെൻഷൻ, മൊത്തത്തിൽ ടെൻഷനാണല്ലോ എനിക്ക്. ഹലോ, ഇവിടെ എത്തിയോ? ഞാൻ സ്ക്വയർ പാർക്കിൽ വെയിറ്റ് ചെയ്യാം. ഞാൻ ബാക്കിലുണ്ട്, തിരിഞ്ഞു നോക്കൂ. വേണ്ട, എന്നെ തൊടണ്ട. തനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞോ, എനിക്ക് പെട്ടെന്ന് പോകണം. എനിക്ക് അന്ന് നടന്ന കാര്യത്തെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. നീ കേട്ടതും നിന്നോട് പറഞ്ഞവർ എന്താ പറഞ്ഞത് എല്ലാം ഞാൻ അന്വേഷിച്ചു. എല്ലാം തെറ്റാണ്. നീ കരുതുന്ന പോലെ ഒന്നും അല്ല നടന്നത്. നിന്നോട് പറഞ്ഞ ആൾക്കാരെല്ലാം കള്ളത്തരം തന്നെയാണ് പറഞ്ഞത്. കള്ളത്തരം പോലും. എന്നോട് ഇതൊക്കെ പറഞ്ഞത് സ്വാതി. അത് നിങ്ങൾക്കും അറിയാലോ. നിങ്ങളെക്കുറിച്ച് സ്വാതി എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ നിങ്ങൾ ശത്രുക്കളാണെന്ന് ഞാൻ കരുതാം. പക്ഷേ എന്നോട് മറ്റൊരാളും കൂടെ പറഞ്ഞു, നിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് റോഷൻ. അവൻ എന്നോടെല്ലാം പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞത് സത്യമല്ലാതിരിക്കോ? നിനക്കന്ന് നടന്നതിനെ കുറിച്ച് എന്തറിയാം അമ്മൂസെ? നീ കേട്ടതും നീ വിശ്വസിക്കുന്നതും എല്ലാം കെട്ടുകഥകൾ മാത്രം. ഇതിന്റെ ഇടയിൽ ഒരുപാട് സത്യങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ട്. നീ അതൊക്കെ അന്വേഷിച്ചിട്ടാണോ ഈ പറയുന്നത്?
ഇതിൽ കൂടെ ഞാൻ എന്തന്വേഷിക്കാനാ? നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാ എന്നോടെല്ലാം പറഞ്ഞത്. നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് നിന്നെക്കാളേറെ വിശ്വാസ അവനെ എന്ന്. എന്നിട്ട് ഇനിയിപ്പോ ഞാൻ അവൻ പറയുന്നത് കള്ളത്തരാന്ന് പറയണോ? നീ പറ. അതെ അമ്മൂസേ, ഞാൻ പറഞ്ഞു. അവനെ വിശ്വസിക്കാതെ ഞാൻ പറഞ്ഞു പോയി. പക്ഷെ പിന്നീട് എനിക്ക് ചതി മനസ്സിലായത്. പ്ലീസ് ഒന്ന് മനസ്സിലാക്കന്നെ. ജെയിംസേ, മതി, നിർത്ത്. പഴയ കാര്യങ്ങളൊന്നും ആലോചിക്കാൻ എനിക്കിനി വയ്യ. എന്റെ മനസ്സിനൊന്നും ആലോചിച്ചുകൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല. നീ തന്ന പ്രഷർ, ആ ഒരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ, ഇപ്പോഴും മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഓടുക. എനിക്ക് വയ്യ ഇതിന് പിന്നെയും താങ്ങിക്കൊണ്ട് നടക്കാൻ. ഞാനെല്ലാം പണ്ടേ നിർത്തിയതാ. ഇനി അങ്ങോട്ടേക്കൊന്നുമില്ല. നിനക്ക് പറഞ്ഞു കഴിഞ്ഞെന്ന് ഞാൻ കരുതുന്നു. ഞാൻ പോവുക. നിനക്ക് പോകാൻ വരട്ടെ, ഒരു 5 minutes. അതിനുള്ളിൽ ഞാൻ പറഞ്ഞു തീർക്കാം. എന്നിട്ട് നീ പോകണോ വേണ്ടിയോ എന്ന് തീരുമാനിച്ചോ. നീ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒന്നും കൂടെ ഒന്ന് ആലോചിക്കും പ്ലീസ്. അപ്പം നിനക്ക് മനസ്സിലാകും. നീ എല്ലാം ഒന്നും കൂടെ റീവൈൻഡ് ചെയ്തെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിന്നെ സ്വാതി വിളിച്ചത് ഓർമ്മയുണ്ടായിരുന്നോ? അപ്പോൾ നീ അങ്ങോട്ട് പോയില്ലേ? ആ സമയത്തല്ലേ എന്നെ റോഷനും വിളിച്ചത്? ഞാൻ അങ്ങോട്ടും പോയില്ലേ? ബാക്കി നടന്നത് നീ അറിഞ്ഞോ? നിങ്ങൾക്ക് അല്പം പോലെ ലജ്ജയില്ലേ? എങ്ങനെ എന്റെ മുഖത്ത് നോക്കി ഇതൊക്കെ പറയാൻ തോന്നുന്നു? ഞാനെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും. റോഷൻ എനിക്ക് തന്ന ഡ്രിങ്ക്സിൽ വയാഗയും ചേർത്തിട്ടുണ്ട്. അത് ഞാൻ അറിയാതെ കുടിച്ചുപോയി. ബോധമില്ലാത്ത അവസ്ഥയിൽ അവനാണ് എന്നെ ആ റൂമിൽ കൊണ്ടുപോയിട്ടത്. ബയാഗിൻ ചേർത്തത് എൻ്റെ ഗ്ലാസ്സിലല്ല, ആ ബോട്ടിലില്ല. ആ ബോട്ടിലിലെ ഡ്രിങ്ക്സിൽ മൊത്തം അത് കലർന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല അത് കുടിച്ച്, സ്റ്റീഫനും അത് തന്നെയാണ് കുടിച്ചത്. നീ കാണുമ്പോൾ ആ റൂമിലുണ്ടായിരുന്നത് ഞാൻ തന്നെയാ. നീ പോയില്ലേ? അതിന് ശേഷം നീ ആ പുറത്തുനിന്ന് തന്നെ വിളിച്ചില്ലേ നിന്നെ കൊണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്? അപ്പോൾ ഞാൻ റൂമിന് പുറത്തിറങ്ങിയതാ. നിന്റെ കോളിൻ്റെ സൗണ്ട് കേട്ടിട്ടാ അല്പെങ്കിലും ബോധം എനിക്ക് വന്നത്. ആ റൂമിൽ നിന്ന് ഞാൻ അപ്പം തന്നെ പുറത്തിറങ്ങി. അതിനുശേഷം സ്റ്റീഫൻ ആ റൂമിലേക്ക് വന്നത്. മുഖം കഴുകാൻ വേണ്ടി ഞാൻ വാഷ്റൂമിലേക്ക് പോയി. അവിടെ നിന്ന് എൻ്റെ ബോധം മൊത്തത്തിൽ നഷ്ടപ്പെട്ട്. പിന്നെ നടന്നത് ഒന്നും എനിക്ക് ഓർമ്മയില്ല. നീ എന്നെ അന്വേഷിച്ച് പിന്നെയും ആ റൂമിലേക്ക് വന്നില്ലേ? അവിടെ അപ്പം ഞാനല്ലായിരുന്നു ഉണ്ടായിരുന്നത്, സ്റ്റീഫൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. നീ കേട്ട സൗണ്ടും ആൾക്കാരും ഒന്നും ഞാനല്ല. സ്റ്റീഫൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ശ്വേതയാ. ശ്വേത അപ്പോ മാരീഡ് അല്ലേ? സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ ജീവിതം വെച്ച് കളിക്കാൻ നിൽക്കരുത്. ഇപ്പോഴും നിനക്ക് എന്നെ വിശ്വാസമില്ല, എൻ്റെ വാക്കുകളെ വിശ്വാസമില്ല. ശരിയാ, ശ്വേതയ്ക്ക് സ്റ്റീഫനുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. സ്റ്റീഫന് വേണ്ടിയല്ല അവളവിടെ വന്നത്. അവൾക്ക് വേണ്ടത് എന്നെയാ. നോ, ഞാനിത് വിശ്വസിക്കില്ല. ഇതൊക്കെ പറഞ്ഞത് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? നിനക്ക് വേണ്ട തെളിവൊക്കെ ഞാൻ തരാം. പക്ഷെ ഞാൻ പറയുന്നത് ആദ്യം കേക്ക്. ശ്വേതയും ഡ്രിങ്ക്സിന്റെ അബോധാവസ്ഥയിൽ ഞാനത് തെറ്റിദ്ധരിച്ചിട്ടാ അങ്ങനെയെല്ലാം. അന്ന് അവള് ശരിക്കും നിവിനെ ചീറ്റ് ചെയ്യായിരുന്നു. ഇല്ല, എനിക്കറിയാവുന്നതാ അവളെ. അവൾ അത്രമേൽ നിവിനെ സ്നേഹിച്ചായിരുന്നു. അത്രയ്ക്കും വാശി പിടിച്ചിട്ട് തന്നെയാ ആ മാരേജ് നടത്തിയത്. ഞാനല്ലേ അവൾക്ക് വേണ്ടി സൈൻ ചെയ്ത് കൊടുത്തത്. നിനക്കറിയാവുന്നതല്ലേ ഞാനും നിവിനും തമ്മിൽ എത്രമാത്രം അടുപ്പുണ്ടായിരുന്നു. എന്റെ ആരായിരുന്നു അവനെന്നൊക്കെ അറിയാവുന്നതല്ലേ. നിവിന് വേണ്ടിയിട്ടല്ല അവൾ ആ മാരേജ് നടത്തിയത്. അവൾക്ക് നിവിനിലൂടെ എന്നെ നേടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതെല്ലാം എന്നോട് അവൾ തന്നെയാ പറഞ്ഞത്. അതിന്റെ റെക്കോർഡഡ് വീഡിയോ വരെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നിനക്ക് കാണിച്ചു തരാം. നിനക്കല്ലേ വിശ്വാസമില്ലാത്തത്? തെളിവടക്കം കൊണ്ടുവന്നിട്ടാ ഞാൻ ഇപ്പൊ പറയുന്നത്. എനിക്ക് വയ്യ, എനിക്ക് കൊള്ളാൻ വയ്യ. ശരിയാ, ഞാൻ സത്യം എല്ലാം പറയാം. ക്യാമറ മുന്നിൽ എല്ലാം ഞാൻ പറയാം. സാറുടെ മുന്നിൽ ഞാൻ എല്ലാം പറയാം. സത്യം, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. നിന്നെ എനിക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയെല്ലാം ചെയ്തത്. അന്ന് ആ റൂമിലുണ്ടായിരുന്നത് സ്റ്റീഫനാ. എൻ്റെ അബോധാവസ്ഥയിൽ ഞാൻ സ്റ്റീഫനായിട്ട് അങ്ങനെയല്ല, ഞാൻ നീയാന്നാ കരുതിയത്. പക്ഷേ സോറി, എല്ലാത്തിനും സോറി. എനിക്ക് അത്രയ്ക്കും നിന്നെ ഇഷ്ടമായതുകൊണ്ടാണ്. വിട്ട് കളയാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാം അങ്ങനെ ചെയ്തത്. ശ്വേത, ഞാൻ എത്രത്തോളം അവളെ വിശ്വസിച്ചതാ. പക്ഷേ നിന്നോട് ഇതെല്ലാം വന്ന് പറഞ്ഞ ഒരാളില്ലേ, എൻ്റെ ശത്രു സ്വാതി. അവള് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് റോഷൻ ഇപ്പൊ മാരീഡാ. ഇതൊന്നും തന്നെ നിനക്ക് മനസ്സിലാവില്ലേ? ഇവരെല്ലാവരും ഒത്തു കളിച്ചതാ. എന്നെ അങ്ങ് തകർക്കാൻ നോക്കിയതാ. എന്തിനു വേണ്ടിയെന്ന് അറിയില്ല. ഞാൻ എത്രത്തോളം ഇവരെല്ലാം വിശ്വസിച്ചതാ. പക്ഷെ കണ്ടില്ലേ, ഞാൻ ഇതിൽ കൂടെ എങ്ങനെ നിന്നെ മനസ്സിലാക്കി തരണം? ഇത്രയും തെളിവ് കാണിച്ചു തന്നില്ലേ? ഇനി നീ പറ. ജെയിംസേ, സോറി, ഞാൻ നിന്നെ ഡിസേർവ് ചെയ്യുന്നില്ല. നീ പറഞ്ഞതൊന്നും ഞാൻ മനസ്സിലാക്കില്ല. അതിൻ്റെയൊക്കെ ഇത്രയും കാലം ഞാൻ അനുഭവിച്ചു.
ശരിയാ, ദൈവം തന്നതാ ഈ ശിക്ഷ. എനിക്ക് എങ്ങനെ സോറി പറയണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കിപ്പോൾ പറയാൻ പറ്റുന്ന ആ വാക്ക് മാത്രം സോറി. ഞാൻ ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരില്ല. നിന്നെ ഞാനൊന്നിട്ടും മനസ്സിലാക്കില്ല. ആ ഒരു സമയത്ത് കൂടെ ഉണ്ടാവേണ്ടതാ ഞാൻ. പക്ഷെ അവിടേക്ക് ഞാനില്ലായിരുന്നു നിന്റെ കൂടെ. സോറി. ഞാൻ ഒരിക്കലും നിന്റെ ലൈഫിലേക്ക് വരില്ല. സോറി ഫോർ എവറിത്തിങ് ആൻഡ് ഗുഡ് ബൈ. സാറാ, നിന്റെ കല്യാണത്തിന് എന്നെ വിളിക്കണം. എടാ മനുഷ്യ, നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് പറയാനാ വിളിച്ചോണ്ട് വരണേ? ഇത് കുറെ നേരമായില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ തന്നെ 2 ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞു. ഇനി വല്ലതും വാങ്ങി തരാണ്ടെങ്കിൽ അത് അവിടെ നീ പറഞ്ഞാ പോരെ? അയ്യോ, ഈ തിരുവാതിര നടച്ചു വെക്കാൻ ഞാൻ എന്ത് തരണം ഒന്ന് പറയോ? ആനമുട്ട, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എനിക്ക് നടന്നു തരുന്ന കാല് വേദനിക്കുന്നു. നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം. ഇങ്ങനെ നടത്തിക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ വലിയ കാര്യം പറയാണ്ടത് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്നത്? ചേട്ടാ മനുഷ്യൻ പറയാണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ പോങ്കം തിരിച്ച് എന്തെങ്കിലും. സോറി, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നന്നായി പറ്റിയില്ല. അടുത്തവണ പ്രാക്ടീസ് ചെയ്തിട്ട് വരാം. താനെന്താണ് ഈ കാണിച്ചത്? അത് നിനക്കുള്ള മെഡിസിൻ. ഞാൻ കുറെ നേരമായി മിണ്ടാതിരിക്കാൻ പറയുന്നത്. ഇനി വാ തുറന്ന ഇതിന് ഇരട്ടി തരും. വേണോ? വേണ്ട. അപ്പൊ വാ, നമുക്ക് അവിടേക്ക് ഇരിക്കാം. അത് ഹോബിയുടനല്ലേ? എന്താ അവിടെ കൂടെ ആരാ? അമ്മു ചേച്ചിയാണത്. ചേച്ചി പുറത്തിറങ്ങാറില്ലല്ലോ. ഇത് ശരി, കല്യാണത്തിന് വിളിക്കാം. എങ്കിൽ കല്യാണ പെണ്ണിനെ കൂടെ ഒന്ന് കാണിച്ചു തരുമോ? എല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഞാൻ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ ഒരിക്കലും ഒന്നിനും വേണ്ടി വരില്ല. ഇവിടെ വാ. എന്തായി കാണിക്കുന്നത്? താഴെ വെക്ക്, ആൾക്കാരൊക്കെ നോക്കുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് യെസ് എന്നല്ലാതെ മറ്റൊരു ഉത്തരം പറയരുത്, മനസ്സിലായോ? താൻ എന്തൊക്കെ ചോദിക്കാം, എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ ചോദിക്കുന്നതിനൊക്കെ യെസ് എന്ന് പറഞ്ഞാൽ മതി, അത്രമാത്രം. പാർക്കിൽ പോകാൻ ഇഷ്ടമാണോ? യെസ്. ഒരുമിച്ച് കൈപിടിച്ച് നടക്കാൻ ഇഷ്ടമാണോ? യെസ്. സിനിമയ്ക്ക് പോകാൻ ഇഷ്ടമാണോ? യെസ്. തണുപ്പുള്ള രാത്രിയിൽ നിലാവത്ത് നോക്കിയിരിക്കാൻ ഇഷ്ടമാണോ? യെസ്. എന്നെ കെട്ടാൻ ഇഷ്ടമാണോ? യെസ്. അപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ മാരേജ് ഫിക്സ് ആയി. തനിക്ക് ഇപ്പോഴും ഒരു മാറ്റമില്ലേ? ഇത്ര കാലായില്ലേ, എന്നിട്ട് പഴയതുപോലെ? ഇത് മാത്രല്ല, മാറാത്ത വേറൊന്നും കൂടെ ഉണ്ട്. അതെന്താ? വേണമെങ്കിൽ പിടിക്കു വന്നിട്ട്. നിങ്ങളെന്താ ഇവിടെ? അത് ഞങ്ങൾക്ക് അങ്ങോട്ടും ചോദിക്കാനുണ്ട്. നിങ്ങളെന്താ ഇവിടെ? അത് ഞങ്ങള് കണ്ട് സംസാരിക്കാനായിട്ട്. പറഞ്ഞ ബുദ്ധിമുട്ടണമെന്നില്ല, എല്ലാം മനസ്സിലായി. കല്യാണത്തിന് എന്നെ വിളിച്ചാ മതി. ഞങ്ങളെ വിളിച്ചാ മതി. അത് ആലോചിക്കാം, നോക്കട്ടെ. അല്ല, ഇവളെയും കൊണ്ട് നീ എന്താ ഇവിടെ? അമ്മു, നിനക്ക് ക്ലാസ്സിലായിരുന്നോ? നീ ടെസ്റ്റിന്റെ കൂടെ അല്ലേ വരാറ്? ഇപ്പൊ എന്താ ഇവിടെ? അത് ചേച്ചി, അത് അവക്കൊരു സാധനം വാങ്ങണമെന്ന് പറഞ്ഞ്. അപ്പൊ കിച്ചു എന്നോട് ഇവളെയും കുട്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഇവിടെയല്ല, അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങാനായിരുന്നു. അപ്പൊ ഇവിടെ കുറച്ച് ഇരിക്കണം എന്ന് പറഞ്ഞു. ഇവക്ക് തല കറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒന്ന് ഇരിക്കാൻ വേണ്ടി കയറിയതാ. രണ്ടും പറഞ്ഞങ്ങ് കഷ്ടപ്പെടണ്ട, മനസ്സിലായി. പിന്നെ അധികം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കേണ്ട ആവശ്യമല്ല. സമയമാകുമ്പോ രണ്ടരെയും പിടിച്ചങ്ങ് കിട്ടിച്ചോളാം. ഇപ്പൊ വീട്ടിലേക്ക്. അല്ല ചേച്ചി, അത് അങ്ങനെയല്ല. വാ, വീട്ടിൽ പോവാം. ചേച്ചിമാര് പറഞ്ഞ കേക്കണമെന്നാവേ. താങ്ക്സ് ഉണ്ട് ചേച്ചി, ഇത്ര എളുപ്പമാക്കി തന്നേന്. വാതിൽ ചാരും നാണം പതിയെ ഞാൻ തടുകവേ, ഇനി നീയുണ്ടെന്നും കൂടെ നിലവേകാൻ തിങ്കളെ, ഒരു ചെറുനോവും ചിരിയാക്കി എൻ പാതിമയായി, ഓരോ രാവും പകലാക്കി നേരിൻ മോഹവയിലായി, ഇവനിലായി ചേരുന്നു നീ, മുറിവേഴ കൈരേഖ പോ, കൺചിമ്മാതെ കാക്കാമെന്നോ